നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മക്കള് അവര് നല്ല നിലയിൽ ജീവിക്കണമെന്നും അവരെ കൊണ്ട് പാരത്രിക ലോകത്ത് ഉപകാരം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ രക്ഷിതാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തി മരണപ്പെട്ടാലും അവനെ തൊട്ട് മുറിഞ്ഞു പോകാത്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതിൽ ഒന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണല്ലോ. അതായത് അവനക്ക് വേണ്ടി അവന്റെ മരണശേഷവും അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. 2 കാര്യങ്ങളാണ്. ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരാ, മക്കൾ സ്വാലിഹാവണം. സ്വാലിഹായ നിലക്ക് തന്നെ അവർ പ്രാർത്ഥിക്കണം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ തമ്മാടിത്തരത്തിലൂടെ ജീവിതം തള്ളി നീക്കുന്ന മക്കളാണെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മക്കളെ നാം വളർത്തേണ്ടുന്ന ഒരു രീതി മഹാനായ പരിശുദ്ധമായ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് വരെ അവരോടൊന്നിച്ച് നിങ്ങൾ കളിക്കുക. കുട്ടികളൊപ്പമാകുമ്പോൾ കുട്ടികളെ പോലെ ആവുക എന്നാണല്ലോ. അപ്പോൾ 7 വയസ്സ് വരെ കുട്ടികളെ കൂടെ നിങ്ങൾ കളിക്കുക. പിന്നെ അടുത്ത 7 വർഷം നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിക്കുക. ആളുകളോടൊക്കെ എങ്ങനെ ഇടപെടണം എന്നുള്ളതിനെ കുറിച്ചും നമ്മുടെ ജീവിതത്തിലൊക്കെ പകർത്തേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള 7 വർഷം അവരോട് നിങ്ങൾ കൂട്ടുകൂടുക. അവരോട് നിങ്ങൾ കൂട്ടുകാരെ പോലെ നിങ്ങൾ ഇടപെടുക. എന്നിട്ട് പിന്നെ അവരെ നിങ്ങൾ പരിശീലനത്തിന് വിടുക എന്നുള്ളതാണ്. ഈ 3 ഘട്ടങ്ങളിൽ നാം നമ്മുടെ മക്കളെ ഈ രീതിയിൽ നമ്മൾ അവരോട് ഇടപെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള നിലക്കാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു മഹത്തായ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ ഇരുലോകത്തും ഗുണമുള്ള മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.